ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് റിപ്പബ്ലിക് ഡേക്ക് അടുത്തൊരു അപ്ഡേറ്റുമായി ലോകത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ്, അതായത് മോളിവുഡിലെ നമ്മളൊക്കെ ഇന്ന് വരെ വെയിറ്റ് ചെയ്യുന്ന റിയൽ മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 2019 സിനിമ ലൂസിഫറിന് ശേഷം രണ്ടാം ഭാഗം മുരളി ഗോപി എഴുതി ഇന്ന് 2025 ജനുവരി 26 അതിൻ്റെ ടീസർ ലൈവ് സ്ട്രീമായി നമ്മുടെയൊക്കെ മുന്നിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വലിയൊരു ഹാപ്പിനെസ്, വലിയൊരു സന്തോഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം എന്ന് കരുതി വന്നതാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വലിയൊരു മൂവി എക്കാലത്തും മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയുന്ന ഇത് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ വലിയൊരു വിജയമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഡയറക്ടർ ചെയ്യുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പം പുറത്ത് വാങ്ങൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അത് വാങ്ങല്ല, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. എന്നാലും നമുക്കിത് പറഞ്ഞേ തീരും. കാരണം ഇത് അത്രയ്ക്കും വലിയൊരു സിനിമ, വലിയൊരു ലൗഡിലാണ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത്രയും ഫാൻസ് ഈ ഒരു സിനിമയ്ക്ക് വെയിറ്റ് ചെയ്ത് കുറെ കൊല്ലമായി ഈ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന ഖുറൈശി എബ്രഹാമിൻ്റെ വരവ് കാത്തിരിക്കാൻ തുടങ്ങിയത് 2025 അപ്പോൾ മോഹൻലാലിന് ഇനിയൊരു വരവിൻ്റെ ആവശ്യമുണ്ട്. കാരണം പുതിയൊരു ജനറേഷന് പുതിയൊരു മോഹൻലാലായി മാറി അതിൻ്റെ മറ്റൊരു തരത്തിലേക്ക് മോഹൻലാൽ വിസ്മയിപ്പിക്കണമെന്നത് മലയാളിയുടെ സ്വന്തം അഹങ്കാരമാണ്. അതെ, മലയാളത്തിൻ്റെ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ, ഒരു സംശയമില്ല. വിസ്മയം കൊണ്ട് ഒരു ആറാട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പഴയകാല സിനിമകൾ എടുത്തു നോക്കിയാൽ മതി. ആ ഈ റേഞ്ചിലാണ് മറ്റുള്ളവരെ സിനിമയേക്കാൾ പൊരുതിയിട്ടുള്ളത്. അപ്പോൾ ആ സിനിമയേക്കാൾ മറ്റൊരു സിനിമ ഇന്ത്യൻ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. അതുപോലെയാണ് ലൂസിഫർ നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ സിനിമ കണ്ടപ്പോൾ ഇത്രയും വലിയ സിനിമയാകുമോ എമ്പുരാൻ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആന്റണി പെരുമ്പാവൂറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ. ആശീർവാദിൻ്റെ ടീം വർക്കിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ആരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആശീർവാദിൻ്റെ സിനിമയാകുമ്പോൾ അത് വലിയൊരു പാക്കപ്പ് തന്നെ ആയിരിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മുരളി ഗോപി തിരക്കഥ എഴുതി മലയാളത്തിൻ്റെ നടൻ പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്യുന്ന മോഹൻലാൽ നായകനാകുന്ന ദ കംപ്ലീറ്റ് ആക്ടർ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ടീസർ നിങ്ങൾക്ക് മുന്നിൽ ഞാനിതാ ചെറിയൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ലൈക്ക പ്രൊഡക്ഷൻ. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതെത്താകാമോ എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ സ്റ്റീഫൻ. യോ, എന്തൊരു ഗംഭീരമാണ് ആ സിനിമ. ഇത്രയും വലിയ സിനിമ, ചെറിയ സിനിമയാണെന്ന് പറഞ്ഞത്, പക്ഷെ വലിയൊരു സിനിമയാണ് എന്ന് നമുക്ക് മനസ്സിലായി. എലുമിനാൻസിന്റെ ഒരു കളി തന്നെയുണ്ട് ഗ്രേറ്റ് ഓഫ് സിനിമ. ഇനി ലൂസിഫറിന്റെ വരവ് വന്നു മോഹൻലാൽ. ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു പേര് ലൂസിഫർ.
എൽ എൽ എന്ന് പറയുന്ന He's coming back. കോഡ്. വരവേ ഒരു വരവ്, Qureshi. അഹങ്കാരം തീപ്പാറുന്ന ഒരു വരവ് തന്നെയാണെന്നത്. ഈ പ്രൊഡക്ഷൻ ആന്റണി പെരുമ്പാറാണ് പ്രൊഡ്യൂസ്. Abraham. ഒരു പട്ടാളത്തിന്റെ ഒരു ചെയിൻ വർക്ക് തന്നെയുണ്ട്. സ്ഫോടനം ആയില്ലേ, ഇതാ ഖുറൈശി. Is with the devil. ലൂസിഫർ, എമ്പുരാൻ 2, റാണ LC. बस एक इशारा भाईजान. ഏയ് പൃഥ്വിരാജ് സുകുമാരൻ, इंतजार रहेगा. खुदा हाफिज. മുരളി ഗോപി, ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ, മോഹൻദാസ്, സുജിത് വാസുദേവൻ, ലൈക്ക. ഇൻ തിയേറ്റർ 25 മാർച്ച്. ഇൻ മാർച്ച് 27, 2025 അതോടെ ഈ സിനിമ പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടു ലൂസിഫർ 2. അപ്പോൾ 2025 മാർച്ച് ഈ സിനിമ നമ്മുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു കാത്തിരിപ്പ്, ഏറെ നാൾ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പ്, ഇനി കുറച്ച് മാസങ്ങൾ കൊണ്ട് ഈ സിനിമ റിയാലിറ്റി നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ സിനിമ നമ്മൾക്ക് ഏറ്റവും വലിയ ഹൈപ്പ് നേടിയ ഒരു സിനിമയായതുകൊണ്ട് അതിൻ്റെ ഹൈപ്പിന് ഒത്ത് ഒരു സിനിമ നല്ല ഗംഭീരമായൊരു ടാഗ് ലൈനിലൂടെ വരണമെന്നത് മലയാളത്തിലെ മോളിവുഡ് എല്ലാ ആൾക്കാരും ലൂസിഫറിൻ്റെ ആ ഡെപ്ത് തന്നെ, ആ സ്റ്റോറി വളരെ ഗംഭീരമായി റിയൽ ലൈഫിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയെ പോലെ ചിന്തിച്ചു പോകും. ഏതോ ഒരു കാലത്ത് എവിടെ എഴുതി വെച്ചതുപോലെയുള്ള ഒരു ഓർമ്മകൾ. അങ്ങനെ ആ സിനിമ അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ അത് കണ്ടവരും കേട്ടവരും ഒരേ അഭിപ്രായം, ഒരേ രീതിയിൽ ഈ റിപ്പബ്ലിക് ഡേ തന്നെ ഇങ്ങനെയൊരു ലോഞ്ചും കൂടി നടന്നപ്പോൾ എല്ലാവരും സർപ്രൈസായി എന്നത് മറ്റൊരു വശം കൂടിയാണ്. അപ്പോൾ ആ ലൂസിഫറിൻ്റെ ലോകം, നമുക്ക് കാണാൻ പറ്റാത്ത എമ്പുരാൻ്റെ വരവ് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ്. എബ്രഹാം ഖുറൈഷിക്ക് വേണ്ടി കാത്തിരിപ്പ് മലയാളികൾ തുടങ്ങിയിട്ട് കാലം ഏറെയായി. ഇനി വെയിറ്റ് ചെയ്യുക. ഇനി ഈ സിനിമ തിയേറ്ററിൽ എത്താനും ഒരു ട്രെയിലറും കൂടി കഴിഞ്ഞ് ഇതിൻ്റെ പ്രൊമോഷൻ വർക്ക് മുഴുവനും കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ, ഇനി അടുത്ത അപ്ഡേറ്റ് വരുന്നത് വരെ നമുക്ക് ബൈ ഫോർ നമുക്ക് പോകാം. ബൈ ഫോർ എവർ.